ഹായ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എന്ത് സ്പെഷ്യൽ പറഞ്ഞെങ്കിൽ ഒരു ഇൻഫർമേഷൻ വീഡിയോ. അതെ. എന്തിൻ്റെ പറ്റിയിട്ട് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുരുമുളക്, ബ്ലാക്ക് പെപ്പർ. അതെ. അതെന്താ പറഞ്ഞെങ്കിൽ ഇപ്പം നമ്മൾ കടയിലെല്ലാം പോയിട്ട് കുരുമുളകിൻ്റെ പൊടി വേണം പറഞ്ഞെങ്കിൽ കടയിൽ പോയി പൈസ കൊടുത്തിട്ട് എടുക്കും. അതെ. അപ്പോൾ അത് എങ്ങനത്തെ നല്ല ബ്രാൻഡ് കമ്പനി ആയെങ്കിലോ നമ്മൾ പോയിട്ട് എടുക്കുന്ന അങ്ങനത്തെ മുളക് പൊടിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവുന്നില്ല എന്ന് ഞാനൊന്ന് കാട്ടിത്തരാം. എന്താ പറഞ്ഞാൽ മുളക് പൊടിയിലില്ല ആ പാക്കറ്റിലുള്ള റേറ്റുക്കും ഇവിടെ പ്രസൻറ്റ് ഇപ്പോൾ ഇല്ല മാർക്കറ്റുക്കും എങ്ങനെ കണക്ക് നോക്കിയെങ്കിലോ ടാലി ആവില്ല. അപ്പോൾ ഇവർ ആ മുളക് പൊടി ആൾക്കാർക്ക് ഏത് രീതിയിൽ അത്ര കുറവ് പൈസക്ക് തരുമോ. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിലും കംപ്ലീറ്റ് ഡീറ്റെയിലും അതെങ്ങനെ ഒരു മാനുഫാക്ചറിങ് ആക്കൂ, അതെങ്ങനെ എടുത്തിട്ട് പോകും, അപ്പോൾ നമുക്ക് കിട്ടുന്ന അങ്ങനത്തെ ക്വാളിറ്റി എങ്ങനത്തെ ക്വാളിറ്റി ഇതിൻ്റെ 1 by 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാ ഡീറ്റെയിലും ഞാൻ പറഞ്ഞു തരാം. ഇത് ലെസ് ഇമ്പോർട്ടൻറ്റ് വീഡിയോ. അതിനെ കൊണ്ട് ഇതേ വീഡിയോ ഇതേ എപ്പിസോഡ് ഞാൻ നാളെ കന്നഡത്തിലും ഇടും. എന്താ പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവണം. പിന്നെ ആൾക്കാർ അതിക്ക് എന്ത് മാർഗമുണ്ട് ആ മാർഗം കണ്ടുപിടിച്ചു. എന്താ പറഞ്ഞാൽ ഇവിടെ കൊടകിലോ പിന്നെ ഈ വയനാട് ഈ കുരുമുളകെല്ലാം കിട്ടുന്നങ്ങനത്തെ സ്ഥലത്തുള്ള ആൾക്കാരെല്ലാം അവരുടെ വീട്ടിൽ ഇടി കുരുമുളക് തന്നെ വെച്ചിട്ട് ആവശ്യം വരുമ്പോൾ പൊടിപ്പിച്ചോളൂ. ഈ കിട്ടാത്തവര് ഈ കടയ്ക്ക് പോകും, പാക്കറ്റിൽ കിട്ടുന്ന അങ്ങനത്തെ പൊടി എടുത്തിട്ട് വന്നിട്ട് യൂസ് ആക്കും. അത് ഭയങ്കര എഫക്റ്റും വെറും മോശം. അപ്പൊ അതിനെ നമ്മൾ ഇന്ന് കാട്ടിത്തരാം അല്ലേ. ഇതമ്മ കണ്ട ഇതന്നെ കോച്ചല് മുളകെല്ലാം പറിച്ചിട്ട് അതിനെ മെഷീനിലിട്ടിട്ട് ഇല്ലെങ്കിൽ ചവിട്ടിയിട്ട് അതിൽ വരുന്ന വേസ്റ്റ് കോച്ചൽ ഇതിന്റെ പൊടിയാണ്. പൊടി പറയുന്നതല്ലേ മുളക് പൊടി. ഇതിന്റെ പൊടിയിൽ തന്നെ ഇവര് ഫാക്ടറിക്ക് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കല്. അല്ലെങ്കിൽ ഇത് കുറെ ആൾക്കാർക്ക് അറിയില്ല. പിന്നെ നമ്മൾ അതിന്റെ വിവരം പറഞ്ഞു തരാം. ഇപ്പൊ ഇങ്ങനെ വരുന്ന ഈ മുളകിന്റെ കോച്ചലിനെ മെഷീനിലിട്ടിട്ട് ഇഞ്ഞൊരിക്കൽ അടിക്കും. ലേശം വെള്ളമെല്ലാം മിക്സ് ആക്കിയിട്ട് ഇതിങ്ങനെ കൊട്ടയിലെല്ലാം നിറച്ച് ഇത് വെള്ളം മിക്സ് ആക്കിന് അതിനെ കൊണ്ട് അങ്ങനെ ഇല്ല കളറ്. അതിനെ കൊണ്ടുപോയിട്ട് മെഷീനിൽ ഇട്ടിട്ട് ഇഞ്ഞൊരു പ്രാവശ്യം അതിനെ ക്ലീനായിട്ട് ലേസ ഇട്ടിട്ട് അടിച്ചെടുക്കും. എല്ലാ തോട്ടത്തിലും ഇങ്ങനത്തെ പൊടികൾ കണ്ടമാന പൊടികൾ ഉണ്ടാവും. അയ്യോ, അപ്പോൾ അതിനെ ഇപ്പം ഇതാ മെഷീനിൽ ഇട്ടിട്ട് അടിക്കാൻ തുടങ്ങിന്. മുകളില് കുറച്ച് ഇട്ടിട്ട് അടിച്ചുകൊണ്ടില്ല. അങ്ങനെ ഇതിന്റെ താഴെ അതിന്റെ പൊടികൾ ഫുള്ള് കംപ്ലീറ്റ് പൊടികളും വരും. അയ്യോ, അത് ക്ലീൻ ആയിട്ട് അതിന്റെ പൊടികൾ വരട്ടെ പറഞ്ഞിട്ട് ഒരു ഇച്ചിരി ഇട്ടിട്ട് അടിക്കും. കാണണ്ടല്ലേ. അപ്പോൾ അതാ ഇവിടെ താഴേന്ന് അതിന്റെ പൊടി വരും. അതാണ് ചാക്കല് പൊടിക്കല്. അത് ഫുള്ള് ഇതാ വെള്ളം ഒഴിച്ച കൊണ്ട് എല്ലാം കറുത്തിട്ടായിട്ട് അതിന്റെ ഇതിൽ കാണുമ്പോൾ അറിയാ ഇതിന്റെ ചപ്പ് ചവറ് എല്ലാ പൊടിയായിട്ട് വരും. വെറും മുളകിന്റെ കോച്ചലൊന്നും അല്ല, എല്ലാം ഇങ്ങനെ വന്ന പിന്നെ അതിന്റെ വേസ്റ്റ് ഇത് ഇവിടെ വന്നിട്ട് പോകും. ഇതാ എല്ലാ മെഷീനില് കംപ്ലീറ്റ് അതിനെ പിഴിഞ്ഞെടുത്തിന്. ഇനി അതില് വേസ്റ്റ് പറഞ്ഞിട്ടൊന്നുമില്ല, ഇത് ചാടാനുള്ളത്. ഇത് പൊടിന്റെ കളർ കണ്ട കറുപ്പായിട്ടുണ്ടല്ലേ. അപ്പോ എല്ലാ പൊടിയും അടിച്ച പിന്നെ അതിനെ കൊണ്ടുപോയിട്ട് ഉണങ്ങാനിടും. പിന്നെയും ഇതിപ്പോ ഈ പർവ്വത്തിലുണ്ടല്ലേ, ഇത് ഉണങ്ങിയിട്ട് വരുമ്പോ ഇതിന്റെ കളർ മാറും. അത് കളർ എങ്ങനെ ഉണ്ടാവും പറഞ്ഞാൽ നമ്മൾ ഈ കുരുമുളക് പൊടിക്കുമ്പോ എന്ത് കളർ വരുമോ അതേ കളറിൽ ഉണ്ടാവും. ഇപ്പൊ കറുത്ത കളർ ഉണ്ടല്ലേ, അത് ഇനി ഉണങ്ങിയിട്ടാവുമ്പോ ഇതിന്റെ കളർ മാറും. ഇത് ഇതാ ചാക്കിലെല്ലാം അടിച്ചിട്ടായി അതിനെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് മുളകിന്റെ പൊടി. ഇതന്നെ ഈ പാക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ആര് പോയിട്ട് മുളക് പൊടി എടുക്കണ്ട് അവരിപ്പോ തിന്നണ സാധനം അത് ഏത് ഈ പൊടി, ഈ വേസ്റ്റ് പൊടി. ഇത് കളയാൻ വെച്ച പൊടി ഇതിനിങ്ങനെ ആൾക്കാർ തിന്നാൻ വേണ്ടിട്ട് എടുക്കല്. യാറ് ഈ കുരുമുളക് ഇടി കുരുമുളകിനെ കൊണ്ടുപോയിട്ട് അടിച്ചിട്ട് പൊടിക്കുന്നുണ്ട് അവർക്ക് മാത്രമേ ഈ ഒറിജിനൽ കുരുമുളക് പൊടി കിട്ടുള്ളൂ.
പീഡിയയിൽ അത് എങ്ങനത്തെ ബ്രാൻഡ് ആയെങ്കിലും ഇത് ഇങ്ങനത്തെ തന്നെ ഈ ഫേക്ക് പൊടി. അതെ ഇതാ എല്ലാം ഉണക്കാൻ ഇട്ടിട്ടുള്ളത്. അതെ, ഉണങ്ങിയിട്ടാവുമ്പോൾ ആ കളർക്ക് വരും, കുരുമുളകിൻ്റെ കളർക്ക്. കുരുമുളക് പൊടി ഇതിപ്പോ ഉണങ്ങിയിട്ടില്ല, ഇത് ഇനി നല്ലോണം ഉണങ്ങാനുണ്ട്. അതെ, ഇതിപ്പോ അങ്ങനെ ചൊറിഞ്ഞിട്ടുള്ളത് അടിച്ചെങ്ങനെ ചൊറിഞ്ഞിട്ട് വെച്ചിട്ട് ഇനി ഇത് നല്ല പാങ്ങിൽ ഉണക്കിയിട്ട് അതിനെ പിന്നെ ചാക്കില് എല്ലാം കെട്ടിയിട്ട് കൊണ്ടുപോയിട്ട് ഗോഡനിൽ വെക്കും. അപ്പൊ ആൾക്കാർ വരൂ, അതെ, മുളക് പൊടി ഉണ്ടാന്ന് ചോദിച്ചോണ്ട്. അപ്പൊ അവര് കുറെ ആൾക്കാർ വരും, യാര് നല്ല റേറ്റ് തരും അവർക്ക് കൊടുക്കും. ഇതേ പൊടിക്ക് അവര് 100-150 രൂപ വരെയും ഒരു കിലോക്ക് പൈസ കൊടുത്തിട്ട് എടുത്തിട്ട് പോകും. ഇത് ഇപ്പൊ ഉണക്കിയിട്ട് കൊണ്ടുവന്നോണ്ടില്ലത് സ്റ്റോക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനത്തെ കുറെ ഉണ്ടാവും. ഇത് ഇന്നത്തെ പൊടി അങ്ങനെ കുറെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ടാവും. ഇത് ഉണങ്ങിട്ടായതിനെ കണ്ട ചപ്പ് ചവറ് ചൂറ് എല്ലാം ഇത് ഉണങ്ങിട്ടായത്. ഇതന്നെ മുളക് പൊടി. എങ്ങനെയുണ്ട് മുളക് പൊടി? ഇതിന് തന്നെ അവർ ഫാക്ടറിയിൽ കൊണ്ടുപോയിട്ട് ഇനി അതിലേക്ക് എന്താക്കുമെന്ന് നമുക്കൊന്നും അറിയില്ല. അതിന് കൊണ്ടുപോയിട്ട് ഇതിനെ മുളക് പൊടിൻ്റെ പാക്കറ്റ് ആക്കിയിട്ട് കൊണ്ടുപോകും. പിന്നെ നാനും അത്ര തന്നെ ഒരു പീഡിയൽ മുളക് പൊടിൻ്റെ പാക്കറ്റ് കണ്ടിന്. ഇത് വൈറ്റ് പേപ്പർ. വൈറ്റ് പേപ്പറിൽ ഇതിവിടെ കാണണ്ടല്ലേ 41 റുപ്യ 100 ഗ്രാമുക്ക്. അത് നല്ല ബ്രാൻഡഡ് പാക്കറ്റ്. അത് ഏതെന്ന് നാം പറയാൻ പോണില്ല ഏത് ബ്രാൻഡ് എന്നുള്ളത്. 41 റുപ്യ. ഈ മുളക് നമ്മളുടെ ഈ ലോക്കൽ മാർക്കറ്റിൽ തന്നെ 1500 രൂപ ഉണ്ട് കിലോക്ക് വൈറ്റ് പേപ്പർക്ക്. അപ്പൊ അവർ എങ്ങനെ കൊടുക്കാൻ സാധിക്കൂ 400 രൂപ ഒരു കിലോക്ക്? അപ്പൊ അതന്നെ ഇതിന്റെ കള്ളത്തരം. അപ്പൊ ദയവ് ചെയ്തിട്ട് ആൾക്കാര് പാക്കറ്റ് മേടിക്കുന്നതിനെ ഒഴിവാക്കിയിട്ട് ഇടി കുരുമുളക് മേടിക്കുക, മിക്സിയിലിട്ടിട്ട് പൊടിക്കുക, യൂസ് ആക്കുക. അപ്പോൾ ഇത്ര നേരം നമ്മളുടെ കുരുമുളകിന്റെ പൊടിന്റെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുത്തിന്. ഇതിപ്പോ പറയാമെന്ന് 2 ഉദ്ദേശമുണ്ട് ഇതില്. ഒന്ന് എന്താ പറഞ്ഞെങ്കിൽ നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന സത്യത്തിനെ ആൾക്കാർക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാന് പറഞ്ഞ ഈ പീഡിയയിലുള്ള പൊടിയെല്ലാം ഒറിജിനൽ അല്ലാന്നില്ലതിനെ തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇഞ്ഞൊരു ഉദ്ദേശം എന്താ പറഞ്ഞാൽ നമ്മള് ഒരു പീഡിയ തുടങ്ങിക്കൊണ്ടുണ്ട്. ഈ ഇടി കുരുമുളകും കാപ്പിപ്പൊടിയും വേണ്ടിയവർക്ക് സപ്ലൈ ആക്കും. കുരുമുളക് ഇടി തന്നെ 1 കിലോ 2 കിലോന്റെ പാക്കറ്റില് എവിടേക്ക് വേണോ അവിടേക്ക് സപ്ലൈ ആക്കി കൊടുക്കും. അപ്പൊ ആ ഉദ്ദേശവും അത് നമ്മൾ ഒറിജിനലേ കൊടുക്കുള്ളൂ, 100% പ്യൂർ ഒറിജിനൽ. അപ്പോൾ ആ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഫുള്ള് ഡീറ്റെയിൽ പറഞ്ഞു കൊടുത്തിന്. എന്താ പറഞ്ഞ ആൾക്കാർ പീഡിയെന്ന് പൊടിയെടുക്കാൻ പാടില്ല. അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കുരുമുളക് എടുക്കുക, ലേശം ചൂടാക്കുക, മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് പൊടിയാക്കി വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ള പീഡിയന്റെ പേരും അമ്മേന്റെ പേര് തന്നെ മണിക്കൊടകു സണ്ണ പൊണ്ണമ്മ. ഈ ചാനലിക്ക് എന്ത് പേരുണ്ട് അതേ പേര് കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ നമ്മൾ പാക്കറ്റ് നമ്മൾ എന്ത് പാക്കിംഗ് ആക്കാനില്ല ഇതുണ്ട് അതും കാട്ടിത്തരാം. നമ്മളുടെ ഒരു 2 അമ്മേന്റെ പേരിൽ ഒരു 2 ബ്രാൻഡ് ആക്കിന് ആ ബ്രാൻഡ് കാട്ടിത്തരാം. പിന്നെ അതിൻ്റെ വിവരങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ നമ്മൾ പറയും അല്ലമ്മ? അപ്പോൾ അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് വന്നിട്ട് കാണാം. ബൈ.